ഹായ് ആൾ PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്ററിലെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇത് 3rd പാർട്ടാണ്. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പാർട്ടായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ലോക്സഭ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് ലോക്സഭ. എന്താണ്? പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് ലോക്സഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് ലോക്സഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എന്താണ്? യോഗ്യതയുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. ലോക്സഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധി. ലോക്സഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? 550 ആണ്. എന്നാൽ നിലവിൽ 543 2023 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 2023 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. അടുത്ത പോയിന്റ്, ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ലോക്സഭയിലെ ഭൂരിപക്ഷ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്? എങ്ങനെയാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നുകൂടെ വായിക്കാം. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. അടുത്ത പോയിന്റ് നോക്കാം. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. ധനബില്ലും അവിശ്വാസ പ്രമേയങ്ങളും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പോൾ ലോക്സഭയെ ഒന്നുകൂടെ നോക്കാം. പാർലമെന്റിന്റെ അധോമണ്ഡലം എന്നറിയപ്പെടുന്നത് എന്താണ്? ലോക്സഭയാണ്. അപ്പോൾ പാർലമെന്റിന്റെ അധോമണ്ഡലം എന്നറിയപ്പെടുന്നത് എന്താണ്? ലോക്സഭയാണ്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരമാണ് ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എത്ര വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്കാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളത്? 25 വയസ്സ് പൂർത്തിയായി ഇന്ത്യൻ പൗരർക്കാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളത്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. അപ്പം ധനകാര്യ ബില്ലൊക്കെ ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. അടുത്ത പോയിന്റ്, ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. അപ്പൊ ലോക്സഭ എന്താ അറിയപ്പെടുന്നത്? അധോമണ്ഡലം എന്നറിയപ്പെടുന്നതാണ് ലോക്സഭ. ഉപരിസഭയാണെന്ത്? രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. അപ്പൊ ജനസംഖ്യാനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അടുത്ത പോയിന്റ്, 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ എത്ര വയസ്സാവണം? 30 വയസ്സാവണം. ലോക്സഭയ്ക്കാണെങ്കിൽ 25 വയസ്സ്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്.
അടുത്ത പോയിന്റ്, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ അതൊരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാന്നാ പറഞ്ഞത്? സ്പീക്കറാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ്, രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ എത്ര പേരെയാ? 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ എന്താണ്? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടുന്നാ? രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. എന്താണ്? പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ രാജ്യസഭ ഒന്നുകൂടെ നോക്കാം. പാർലമെന്റിലെ ഉപരിസഭയാണെന്ത്? രാജ്യസഭ. ജനസംഖ്യാനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അടുത്ത പോയിന്റ്, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അടുത്ത പോയിന്റ്, നിയമനിർമ്മാണം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. അപ്പം നിയമനിർമ്മാണം എങ്ങനെയാണ്? നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണെന്ത്? നിയമങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായിട്ട് ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. അടുത്ത പോയിന്റ്, ബില്ലുകൾ വിവിധ തരത്തിലുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്ത്? സ്വകാര്യ ബില്ല്. ബില്ലുകൾ വിവിധ തരത്തിലുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്ത്? സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. അപ്പോൾ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് എന്തറിയപ്പെടുന്നത്? ധനബില്ലുകൾ എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകളല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ധനബില്ല് അല്ലാത്തവയാണ് എന്ത്? ധനേതര ബില്ലുകൾ എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. അടുത്ത പോയിന്റ്, ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം. 1ാം വായന എന്താണ്? ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. 1ാം വായനയിൽ എന്താണ്? ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അടുത്തതാണ് 2ാം വായന. ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു.
കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. അപ്പോൾ രണ്ടാം വായന എന്താണ്? ഈ ഘട്ടത്തിലെ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. പിന്നെന്താണ്? മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. അടുത്തതാണ് മൂന്നാം വായന. എന്താണ് മൂന്നാം വായന? ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതാണ്. ഒരു തീരുമാനമാവുന്നതാണ് എന്ത്? മൂന്നാം വായനയിൽ ബില്ല് ഒന്നുകിൽ സഭ അംഗീകരിക്കും അല്ലെങ്കിൽ എന്താണ്? നിരസിക്കുകയോ ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറുന്നു. അപ്പം എങ്ങനെയാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്? ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളിലും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അധികാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നിയമനിർമ്മാണം. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട്. നിയമനിർമ്മാണം കേവലം എന്താണ്? ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. അടുത്ത പോയിന്റ്, സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് നിയമങ്ങളായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ്, രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട്. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായിട്ട് ഉദ്യോഗസ്ഥരാണ് നിയമനിർമ്മാണത്തിന്റെ കരട് രൂപമായിട്ടുള്ള ബില്ല് തയ്യാറാക്കുന്നത്. അടുത്ത പോയിന്റ്, ബില്ലുകൾ വിവിധ തരത്തിലുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് എന്നറിയപ്പെടുന്നത്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ എന്നറിയപ്പെടുന്നത്. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത്. അടുത്തത്, ഒരു ബില്ല് നിയമമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഫസ്റ്റ് റീഡിംഗ് ആണ്, അതായത് ഒന്നാം വായന. എന്താണ്? ധനബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അടുത്തത് സെക്കൻഡ് റീഡിംഗ് അഥവാ രണ്ടാം വായന. ഈ ഘട്ടത്തിൽ എന്താണ്? ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ കമ്മിറ്റി ഘട്ടം എന്നും അറിയപ്പെടുന്ന വായന ഏതാണ്? രണ്ടാം വായനയാണ്. മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ ഈ ഘട്ടത്തിലാണ് സ്വീകരിക്കുന്നത്. അടുത്തത് തേർഡ് റീഡിംഗ് ആണ്. എന്താണ്? ബില്ല് സഭ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ചെയ്യുന്നു. തേർഡ് റീഡിങ്ങിൽ ഒരു തീരുമാനമാവും. ഒന്നുകിൽ ബില്ല് സഭ അംഗീകരിക്കും അല്ലെങ്കിൽ എന്താണ്? നിരസിക്കുകയോ ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് എന്തായിട്ട് മാറുന്നു? നിയമമായിട്ട് മാറുന്നു. അടുത്ത പോയിന്റ്, ഭരണഘടനാ ഭേദഗതിയാണ്. 61-ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചു. അതെന്താണ്? 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം എന്നതാണ് 61-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. അടുത്തത് 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. രാഷ്ട്രപതിയുടെ അംഗീകാരം എന്താണ്? വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശം. 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റി. അടുത്തത് 101-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് നോക്കാം. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടനാ ഭേദഗതി? ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായിട്ട് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന് മാത്രമാണ്. അടുത്ത പോയിന്റ്, ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭരണഘടനയ്ക്കുള്ള ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്.
അടുത്ത പോയിന്റ്, ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെ അംഗീകാരം അനിവാര്യമാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഇരുസഭകൾക്കും ഇടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. അടുത്ത പോയിന്റ്, ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികൾ ഒന്ന് നോക്കാം. ഭേദഗതി രീതികൾ. അയവുള്ള ഭേദഗതി. എന്താണ് അയവുള്ള ഭേദഗതി? ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവയ്ക്ക് അയവുള്ള ഭേദഗതിയിൽ പെടുന്നതാണ്. അടുത്ത പോയിന്റ്, ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണമാണ് എന്ത്? മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവ. അപ്പോൾ ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്താൻ എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും. അടുത്ത പോയിന്റ്, അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. എക്സാമ്പിളാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. അപ്പോൾ അതിദൃഢമായ ഭേദഗതിയിൽ വരുന്നതാണെന്ത്? കേന്ദ്ര സംസ്ഥാന അധികാരത്തിന്റെ വിഭജനം, പിന്നെന്താണ്? ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഭരണഘടനാ ഭേദഗതിൻ്റെ പോയിന്റാണ്. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനാണ് എന്ത്? ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായിട്ട് ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ എന്താണ്? ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന് മാത്രമാണ്. അത് പറയുന്ന ആർട്ടിക്കിളാണ് 368. അടുത്ത പോയിന്റ്, ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ എന്താണ്? ഇരുസഭകളുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരുസഭകൾക്കും ഇടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല. അടുത്ത പോയിന്റാണ്, ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികളാണ്. ഒന്ന് അയവുള്ള ഭേദഗതിയാണ്, രണ്ട് ദൃഢമായ ഭേദഗതി, മറ്റേത് അതിദൃഢമായ ഭേദഗതിയാണ്. അയവുള്ള ഭേദഗതി എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. അതിന് എക്സാമ്പിളാണ് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയവ. അടുത്തത് ദൃഢമായ ഭേദഗതിയാണ്. അതിലെന്തൊക്കെ ഉൾപ്പെടും? ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അതിന് എക്സാമ്പിളാണ് മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവ. അടുത്ത പോയിന്റ്, അതിദൃഢമായ ഭേദഗതിയാണ്. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് എക്സാമ്പിളാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ. അടുത്ത പോയിന്റ്, കാലാനുസൃതമായ മാറ്റങ്ങൾ ഭേദഗതി വഴി ഉൾച്ചേർക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടന ഒരു സജീവ ഭരണഘടനയായിട്ട് പരിണമിക്കുന്നു. പാർലമെന്റിലെ നിയമനിർമ്മാണ പ്രക്രിയ നാം പരിചയപ്പെട്ടുവല്ലോ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. അടുത്തത് എക്സിക്യൂട്ടീവിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, അടുത്ത പാർട്ടിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.